ഈ പറയുന്ന പൊട്ടന്മാര് പ്രഗ്നൻസി ടെസ്റ്റിന്റെ ഇത് അറിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് വിടുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത്. അവിടെ കയറുന്ന സമയത്ത് പോലും എന്റെ ഹെൽത്ത് കണ്ടീഷൻ എനിക്കും അല്ലെങ്കിൽ പിന്നെ ക്രൂവിലുള്ളവർ പോലും വിശ്വസിക്കാറ് ഞാൻ അങ്ങോട്ട് കയറിയ സമയം ഈ പ്രഗ്നൻസി ആവാൻ പറ്റാത്തൊരു സമയത്തിലാണ് ഞാൻ അങ്ങോട്ട് കയറി പോയത്. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് കഴിഞ്ഞപ്പോ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ബിഗ് ബോസിനെ സംശയിക്കേണ്ടി വരും. ബിഗ് ബോസ് കൺഫ്യൂഷൻ റൂമിലേക്ക് വരുമെന്ന് പറഞ്ഞു. അല്ലാതെ എന്ത് പൊട്ടത്തരാണ് ഈ ആൾക്കാർ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് രസമല്ലേ, കഥയുണ്ടാക്കാൻ രസമല്ലേ, ഞാൻ എൻജോയ് ചെയ്യുന്നു. ഇരിക്കട്ടെ കഥ ഗൂഗിളിലൊക്കെ മറ്റേ ശ്രുതിലക്ഷ്മി ഹോട്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറെ ആൾക്കാരെ എന്റെ ഹോട്ട് കാരണം അവർക്കൊക്കെ ഒരു ഭയങ്കര സുഖം കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടട്ടെ. ഞാൻ ഇത്ര വലിയൊരാളാന്ന് ഇപ്പഴും എനിക്ക് മനസ്സിലായി. എന്താല്ലേ ഇത്ര ചില്ലായിട്ട് എടുത്തോണ്ടിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ ഡെസ്പായി കാണുമായിരിക്കും. അല്ല ഇന്നലെ നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു ബൈറ്റ് ഒക്കെ കൊടുത്തിരുന്നില്ലേ, അതിന്റെ അടിയിലൊക്കെ വന്നിട്ട് മറ്റേ ആൾക്കാരുടെ കമന്റ് ഭർത്താവ് മനസ്സിൽ പറയുന്നുണ്ടാവും ഇത് ഇവിടെ എന്തെങ്കിലും കാണിച്ചോ, നീ വീട്ടിലേക്ക് വാടി. കിട്ടിയ കുറെ അടി കാരണമാണ് ഇത് എന്റെ മുഖത്തിനൊക്കെ ഭയങ്കര പക്ഷെ കണ്ടിട്ട് ഒരു മുറിവ് ഭർത്താവിന് നെറ്റിയിലാണ്. അത് ഞാൻ കൊടുത്തത് ആ സൈക്കിൾ ഓടിച്ച് വീണതാണ് പണ്ടെങ്ങാണ്ട്. 30 വർഷമായിട്ട് സൈക്കിൾ അന്നേ ഓടിച്ച് പഠിച്ചിട്ട് 30ാമത്തെ വയസ്സിലാണ് വീഴാൻ പറ്റിയത്. അതിന്റെ ഒരു പാടാണ്. അത് ഞാൻ ബിഗ് ബോസ് പോകുന്നതിനൊക്കെ മുന്നാണ്. കൊറോണ സമയത്ത് 5 years ഒക്കെ. ഓക്കെ അതൊക്കെ വിട്. ഇനി അടുത്ത ഉമ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഏറ്റവും കൂടുതൽ ആഘോഷമായിട്ട് കണ്ട അല്ലല്ല കരച്ചിൽ. അതിനുശേഷം വന്നു കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കണ്ടായിരുന്നോ ഞാൻ എങ്ങനെയാണ് കരയുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട്? അത്രയ്ക്ക് ചകഞ്ഞ് നോക്കിയിട്ടില്ല, ഞാൻ അധികം നോക്കിയില്ല. ഈ പറയുന്നത് പോലെ പിന്നെ കരഞ്ഞ കാര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഉറഞ്ഞു തുള്ളുകയായിരുന്നല്ലോ. അത് ആദ്യത്തെ 2 ആഴ്ച ശ്രുതിലക്ഷ്മിനെ കാണുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു. അപ്പൊ എനിക്ക് തന്നെ തോന്നി ഇപ്പൊ അവിടെ പോയി ഇരുന്നിട്ട് അപ്പൊ വെറുതെ കയറി പ്രതികരിക്കേണ്ടെന്ന് തോന്നി. അവിടെ വന്നിരിക്കുന്ന കുറെ പേര് ഞാൻ വന്നിട്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത് ഇത്രയും ക്യാമറ ഓരോരുത്തരിലും ഫോക്കസ് ആണ്. നിങ്ങൾ ഈ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് പലരും അവിടെ പറയുന്നുണ്ട് ഓരോരുത്തർ സ്ക്രീൻ സ്പേസ് കിട്ടാനായിട്ട്. അങ്ങനെ അവിടുത്തെ ഓരോ കണ്ടസ്റ്റൻസ് വരെ ക്യാമറ നോക്കിയിട്ട് ബിഹേവ് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞൊരു എന്റെ ഒരു 9 വയസ്സ് മുതലേ ക്യാമറയ്ക്ക് മുന്നിൽ ജീവിച്ച ഒരാളാണ്. നമ്മൾക്ക് ഇതൊന്നും വലിയൊരു പുതുമയല്ല. ക്യാമറയുണ്ട്, ഓക്കെ. അപ്പൊ ഞാൻ പ്രതികരിച്ചത് ആ പാവ ടാസ്ക് മുതലാണ് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയത്. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് എന്റെ മെന്റലി എന്നെ എഫക്ട് ചെയ്തു. പിന്നെ ഈ പറയുന്നത് പോലെ വിഷ്ണു ഇങ്ങനെ ഇടിച്ചപ്പോ വയറിന് അപ്പൊ അതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഞാൻ പോയി കരഞ്ഞത്. പക്ഷെ അത് ഭയങ്കര ആൾക്കാർ. അപ്പം ഞാൻ അന്നത്തെ ദിവസം ഞാൻ കരഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ വീട്ടിൽ പോകണം, എനിക്ക് ഇവനെ കാണണം. ഇതായിരുന്നു ഞാൻ പറഞ്ഞത്. ഇനി എനിക്ക് ഇവിടെ ഒരു ദിവസം നിൽക്കണ്ട, കാരണം എന്റെ സ്വഭാവം അങ്ങനെയാണ്. എന്നെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി പോണം. അപ്പൊ ഞാൻ കുറെ കരഞ്ഞു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞല്ലോ പാവം ഇത് അവൻ വന്നിട്ട് എടി കരയണ്ട ഇതിവിടെ ഇങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒക്കെ മുന്നിൽ ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു ഞാൻ ഇമോഷണലി വീക്കാന്ന് പറഞ്ഞിട്ട് അടുത്തത് എന്റെ അടുത്ത് പറയാൻ തുടങ്ങി.